ചെളിവെള്ളമാണ്. എന്നാലും ഒന്ന് ഇറങ്ങി നോക്കാം. മുമ്പൊക്കെ ഓണം എടുക്കുമ്പോൾ ഈ ടീം വളരെ സമൃദ്ധമായി നമ്മുടെ നാട്ടിലേക്ക് ഉണ്ടാകുമായിരുന്നു. ഓണത്തിൻ്റെ ആ കറക്റ്റ് ടൈമനുസരിച്ച് അവർ വന്നു പോവുകയാണ്. പക്ഷേ ഇപ്പോൾ എല്ലാം കാലം തെറ്റിയ കാലാവസ്ഥയല്ലേ. അതുകൊണ്ട് ഒന്നെങ്കിൽ ഓണത്തിന് മുമ്പ് വരും, അല്ലെങ്കിൽ ഇവർ ഓണം കഴിഞ്ഞേ വരത്തുള്ളൂ. ഇവർ നമ്മൾക്ക് എത്ര മനോഹരമായ പൂക്കളങ്ങളാണ് ഒരുക്കി തന്നിട്ടുള്ളത് ഗൈസ്. ഒന്ന് ബാക്കിലേക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് പാടവരമ്പത്തിൻ്റെ സൈഡിലൂടെയൊക്കെ നടന്ന് ഈ പൂക്കളൊക്കെ പറിച്ച് കൊട്ടയിലാക്കി രാവിലെ പൂക്കളം വീടിൻ്റെ മുറ്റത്ത് അതിമനോഹരമായ പൂക്കളം തീർത്തിരുന്ന ഒരു കാലം നമ്മൾക്ക് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഈ പൂവ് എന്താണെന്ന് പോലും അറിയില്ല. അവരിത് പറിക്കാറുമില്ല. അത്തക്കളം അപൂർവം ചില വീടിൻ്റെ മുമ്പിൽ കാണും ഓണം വരുമ്പോൾ. ഓണത്തിന് 10 ദിവസം ഇവർ സജീവമായിട്ട് നാട്ടിലെങ്ങും ഇവരുണ്ടാകുമായിരുന്നു. ഇപ്പം അപൂർവം ചില ഇടങ്ങളിൽ മാത്രമായി ഇവർ ഒതുങ്ങിക്കൂടി. ഇന്ന് ഒരു അത്യാവശ്യത്തിന് ഞങ്ങളൊരു സ്ഥലത്ത് പോകുമ്പോൾ റോഡ് സൈഡിൽ ഒരു പാടത്തിന് നടുക്ക് കണ്ട കുറച്ച് കൂട്ടം ടീമിനെ എനിക്കൊന്ന് ഫോണിൽ പകർത്തണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇവ ഷൂട്ട് ചെയ്തത്. എന്തോ ഒരു കൗതുകം എനിക്ക് തോന്നി. കാരണം വർഷങ്ങളായി ഇവരെ കണ്ടിട്ട് തന്നെ. ഞങ്ങളുടെ നാട്ടിലിപ്പോൾ ഇല്ല. അപൂർവം ചിലപ്പോൾ മാത്രം വല്ലപ്പോഴും 1-2 പൂക്കളെ കാണാമെന്ന് മാത്രമല്ലാതെ ഇവൻ കൂട്ടമായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു കൗതുകം തോന്നിയെടുത്ത ഈ പൂക്കളെ കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും ഓടിയെത്തുന്ന ഒരു ഗാനമുണ്ട്. ആ മനോഹരമായ ഗാനം അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന സലിൽ ചൗധരിയാണ്, ദാസേട്ടൻ പാടിയത്. അത് ഏത് ഗാനമാണെന്ന് നിങ്ങൾക്കറിയാം ഇപ്പം തന്നെ. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. അവിടുന്ന് അങ്ങനെ തിരിച്ചിറങ്ങിയപ്പോഴാണ് നമ്മുടെ പെരികിലൻ ടീമിനെ കണ്ടത്. അങ്ങനെ ഒരു ചിത്രശലഭൻ ചേട്ടനെയും കണ്ട് അദ്ദേഹത്തെയും കുറച്ച് നേരം എടുത്ത് നമ്മുടെ ഈ പെരികിലത്തിൻ്റെ ഈ പൂക്കളും നമ്മൾ പണ്ട് അത്തപ്പൂക്കളത്തിന് ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ അവരെയും എടുത്ത്